ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 67കാരനായ വയോധികനെ കൊന്നുകളഞ്ഞത് സ്വന്തം മകനാണ്. ഡൈമുക്കിനടുത്ത് കന്നിമാർച്ചോല 5 മുക്ക് ഭാഗത്ത് താമസിക്കുന്ന പുതുപ്പറമ്പിൽ വീട്ടിൽ മോഹനാണ് കൊല്ലപ്പെട്ടത്. വാക്കുതർക്കത്തെ തുടർന്ന് മകൻ അച്ഛനെ കൊന്നുകളഞ്ഞെന്നാണ് കേസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നത്. രാത്രി മോഹനന്റെ ഭാര്യ കുമാരിയും മകൻ വിഷ്ണുവും അയൽവാസികളെ ഫോണിൽ വിളിച്ച് അച്ഛൻ അനക്കമില്ലാതെ കിടക്കുന്നെന്നറിയിച്ചു. അയൽവാസികളെത്തിയപ്പോൾ മോഹനൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കട്ടിലിനു താഴെ തുണിയിട്ട് മൂടിയ നിലയിൽ രക്തവും കണ്ടു. വെള്ളമുണ്ടുടുക്കാത്ത മോഹനൻ ഇത് ധരിച്ചിരുന്നതും അയൽവാസികളിൽ സംശയത്തിനിടയാക്കി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വിഷ്ണു സമ്മതിച്ചില്ല. ഇതോടെ പോലീസിൽ വിവരമറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് മകൻ കൊലപാതകം സമ്മതിച്ചത്. മദ്യപിച്ച ശേഷം അച്ഛനും മകനും വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം ബൈക്കിന്റെ ലോൺ തവണയടയ്ക്കാൻ കടമായി നൽകിയ 1500 രൂപ മോഹനൻ തിരികെ ചോദിച്ചു. വിഷ്ണു കൊടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ തർക്കമായി. മോഹനന്റെ ഭാര്യ ഇരുവരെയും പിടിച്ചുമാറ്റി. ഇവർ കുളിക്കാൻ കയറിയപ്പോൾ വീണ്ടും രണ്ടുപേരും തമ്മിൽ അടിയുണ്ടായി. ഇതിനിടെയാണ് വിഷ്ണു മോഹനന്റെ തല ഭിത്തിയിൽ 4 തവണ ഇടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് മരണം സംഭവിച്ചു. വിഷ്ണുവിന്റെ ഭാര്യ ഈയടുത്ത് പിണങ്ങി സുഹൃത്തിനൊപ്പം പോയിരുന്നു. ഇത് വിഷ്ണുവിന്റെ കഴിവുകേടാണെന്നൊക്കെ മോഹനൻ പറഞ്ഞിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. തെളിവെടുപ്പിന് ശേഷം വിഷ്ണുവിനെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. മകനെ രക്ഷിക്കാൻ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് വിഷ്ണുവിന്റെ അമ്മ കുമാരിയെയും പ്രതി ചേർത്തേക്കും. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മോഹനന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.